السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. നമ്മൾ സൂറ ആൽ ഇമ്രാന്റെ ആയത്ത് 85 മുതൽ 92 വരെയുള്ള ട്രാൻസ്ലേഷനും വാക്കർത്ഥവും നോക്കാം ഇന്ന് ഇൻഷാല്ലാ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് ഈ ജുസു 3 അവസാനത്തെ സെറ്റ് ഓഫ് ആയത്തുകളാണ്. ഓക്കെ, ഇന്ന് വേർഡ് അനാലിസിസ്, നാളത്തെ തഫ്സീർ, നെക്സ്റ്റ് വീക്ക് തദബ്ബറും കഴിഞ്ഞാൽ നമ്മുടെ ജുസു 3 ഇൻഷാല്ലാ കഴിയാണ് അൽഹംദുലില്ലാ. ഓക്കെ, അപ്പം റിസൈറ്റേഷൻ കേൾക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് മുഹാസബ ഗോളിനെ പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂ ഫോർമാറ്റിൽ എക്സാം എഴുതുന്ന ആളുകൾ ആ ഒരു ഓൾഡ് ഫോർമാറ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. കുറച്ച് പേരൊക്കെ വന്നതായിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഖൈർ. കാരണം എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇവിടെ നമ്മൾ വന്ന് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിയിട്ട് ഈ മാർക്ക് എവിടെയും കൊണ്ടു കൊടുക്കാനൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ ചിന്തയിലേക്കും തദബ്ബറിലേക്ക് വന്ന് അത് ആക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയത്തോടു കൂടിയാണ്. അതിന് ആദ്യം കേൾക്കല് നിർബന്ധം തന്നെയാണ്. കാരണം നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ആക്ഷനും അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുമാണെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് അറിവാണ്. അറിവിന് നമ്മൾ കേൾക്കുന്ന വേണം. ഓക്കെ, അപ്പം ഈ പറയുന്ന ഓരോ സ്റ്റെപ്പും മിസ്സാക്കി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാവുന്ന ആദ്യം മനസ്സിലാക്കുക. കേൾക്കണം, പഠിക്കണം. പഠിക്കാന്ന് വെച്ചാൽ ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നതിന് ശേഷം അത് ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണമെങ്കിൽ അത് അത്രയും എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്ന അത്രയും പ്രാവശ്യം നമുക്ക് ചിന്ത ഓരോ ലെവലുകളിൽ ഓരോ അവസ്ഥകളിലും നമുക്ക് ആഴത്തിലുള്ള ചിന്തകൾ കിട്ടും. ആ ചിന്തകളാണ് പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത്. പ്ലസ് അതിന്റെ കൂടെ ദുആയും വേണം. അപ്പൊ ഇത്രയും ഉള്ള ഒരു പാക്കേജ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഡയമണ്ട് എടുത്ത് തന്നിട്ട് അത് നിസ്സാരമായിട്ട് വലിച്ചെറിയുന്നത് പോലെയാണ്. അപ്പം ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ആക്ഷൻസും കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ 1 by 1 എന്നാൽ അതിനെ ബാലൻസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ ഉമ്മത്തൻ വസത്തിനിലേക്ക് ഉള്ള ആളുകളാണ് അല്ലെ, മധ്യമ നിലപാടുള്ള ആൾക്കാർ. അപ്പം എല്ലാത്തിൽ നിന്നും ബാലൻസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് വേണം. അതായത് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് നമ്മളോട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഇതര സൃഷ്ടികളോടുള്ള റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇത് മൂന്നും ബാലൻസ് ചെയ്ത് ഓരോ സെക്ഷനിൽ നിന്ന് ഓരോന്ന് എടുത്ത് നമ്മൾ മെല്ലെ മെല്ലെ ട്രാക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ചല്ലേ നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ പഠിക്കുന്നു, മാർക്ക് വാങ്ങുന്നു, അവിടെ അറ്റ്ലീസ്റ്റ് ജോലി കിട്ടി പൈസയെങ്കിലും സമ്പാദിക്കാം. ഇവിടെ അതും നടക്കൂല. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ നടന്നേക്കാം, പക്ഷെ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഇല്ലാണ്ട് പോയേക്കാം. ഓക്കെ, അപ്പം അൾട്ടിമേറ്റ്ലി അള്ളാഹു സുബ്ഹാനഹു വ തആല റിള എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക്, തൃപ്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആക്ഷൻസ് അല്ലെ, വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആക്ഷൻസ് വേണം. ആക്ഷൻസിന് ചിന്ത വേണം, ചിന്തക്ക് മനസ്സിലാകലും വേണം അല്ലെ, റിപ്പീറ്റേഷൻ വേണം. അതിന് നമ്മൾ പഠിക്കലും കേൾക്കലും വേണം. അപ്പം ഈ സ്റ്റെപ്പിൽ ഏതെങ്കിലും മിസ്സാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് തിങ്ക് ചെയ്ത് ദുആ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ആഴ്ചയും എല്ലാ വേർഡ് അനാലിസിസിന്റെ സെഷനിലും ഈ മുഹാസബ ഗോളിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കുട്ടികളൊന്നും അല്ല, എന്നാലും നമ്മളും മനുഷ്യന്മാരാണ് അല്ലെ, തിരക്കിലൊക്കെ പെട്ടുപോയി നമുക്ക് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും വരുമ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള നമ്മുടെ മനസ്സിൽ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ആയിട്ട് പരീക്ഷ എഴുതി പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് വീണ്ടും 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 ചെറിയ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു തരുന്ന പോലെ പറയുന്നത്. ഓക്കെ, ഇൻഷാല്ലാ ഇനി മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ജുസ് 4 പോകുമ്പോൾ പഴയ ആളുകളെ എനിക്ക് ഓൾഡ് ഫോർമാറ്റിൽ കാണണ്ട. കാരണം നമ്മളതിൽ റോൾ നമ്പർ ഒക്കെ ഉണ്ടല്ലോ, പണ്ടേ ജോയിൻ ചെയ്ത ആൾക്കാർ. പഴയ ആൾക്കാരെ ഓൾഡ് ഫോർമാറ്റിൽ കാണാൻ ഇഷ്ടമല്ല. ഓക്കെ, അത്രയും കാലം കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവാന്ന് പറയുന്നത് ഒരു സങ്കടമുള്ള കാര്യമല്ലേ. അപ്പം നിങ്ങൾ നമുക്കൊരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും ഈ ജുസു 3ന്റെയും 4ന്റെയും ഇടയ്ക്ക്. ആ ഒരു സമയം കൊണ്ട് മനസ്സിനെ മേക്കപ്പ് ചെയ്യുക, ദുആ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ 25 പ്രാവശ്യം എന്നുള്ളത് ഒരു ടേൺ ഓഫ് ആയിരിക്കാം. അതിനെ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ, അത് കുറെ സജഷൻസ് ഒക്കെ കിട്ടിയതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചേഞ്ച് ജുസു 4 കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്, എന്തെങ്കിലും എളുപ്പാക്കലും എന്തെങ്കിലും മാറ്റം വരുത്തലും ഒക്കെ. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് മാക്സിമം എളുപ്പത്തിലാണ് ഇപ്പോഴും പോണത്, ഇനിയും കൂടുതൽ എളുപ്പത്തിലേക്ക് ആക്കുകയും ചെയ്യും. ഓക്കെ, എന്നാലും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ എല്ലാവരും ശ്രമിക്കുക, അവനവന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്. ഇൻഷാല്ലാ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആയത്തുകളുടെ ഖിറാഅത്തിലേക്ക് ഒന്ന് പോവാം. ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ഓക്കെ, ഇൻഷാല്ലാ ട്രാൻസ്ലേഷനും വാക്കത്തുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇൻഷാല്ലാ. 85-ാമത്തെ ആയത്ത്, ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ആരെങ്കിലും ഇസ്ലാം മതം അല്ലാത്തതിനെ മതമായി തേടുന്ന പക്ഷം അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. അവൻ പരലോകത്തിലാകട്ടെ നഷ്ടക്കാരിൽ പെടുന്നവനുമായിരിക്കും. ومن يبتغي ആരെങ്കിലും തേടുന്ന പക്ഷം ഇസ്ലാം അല്ലാത്തതിനെ, അതല്ലാത്തതിനെ ഒഴികെ എന്നുള്ള അർത്ഥം. ദീനൻ മതമായി, ഫലൻ യുഖ്ബല എന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. യുഖ്ബല ഖബൂൽ ഖാഫ് ബ ലാം എന്ന് വരുന്ന വാക്കാണ്. മിൻഹു അവനിൽ നിന്ന്, വഹുവ അവൻ അല്ലെങ്കിൽ അവൻ ആകട്ടെ, ഫിൽ ആഖിറതി പരലോകത്തിൽ, മിനൽ ഖാസിരീൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. ഖാസീൻ റ. 86-ാമത്തെ ആയത്ത്, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വശഹിദൂ അന്ന റസൂല ഹഖ്ഖുൻ വജാഅഹുമുൽ ബയ്യിനാത്ത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തങ്ങളുടെ വിശ്വാസത്തിന് ശേഷം അവിശ്വസിച്ചതായ ഒരു ജനതയെ അള്ളാഹു എങ്ങനെ നേർമാർഗത്തിലാക്കും? റസൂൽ യഥാർത്ഥ സത്യവാനാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർമാർഗത്തിലാക്കുകയില്ല താനും. വാക്കർത്ഥം, കൈഫ യഹ്ദി എങ്ങനെ നേർമാർഗത്തിലാക്കും. യഹ്ദി ഹിദായന്റെ സെയിം റൂട്ടാണ്. അള്ളാഹു ഖൗമൻ ഒരു ജനതയെ, കഫറു അവർ അവിശ്വസിച്ചു, ബഅദ ഈമാനിഹിം അവരുടെ വിശ്വാസത്തിന് ശേഷം. ഖൗമ, കഫറ, ഈമാൻ ഒക്കെ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ള വാക്കുകളാണ്, യഹ്ദി എല്ലാം. വശഹിദു അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അന്ന റസൂല റസൂൽ ആണ് എന്ന്, ഹഖ്ഖുൻ സത്യമായവൻ, യഥാർത്ഥവാൻ, അർഹൻ, വജാഅഹും അവർക്ക് വരികയും ചെയ്തിരിക്കുന്നു, അൽ ബയ്യിനാത്ത് തെളിവുകൾ. വല്ലാഹു അല്ലാഹു ലാ യഹ്ദി നേർമാർഗത്തിലാക്കുകയില്ല താനും, അൽ ഖൗമ ജനതയെ, അസ്സാലിമീൻ അക്രമികളായ. 87-ാമത്തെ ആയത്ത്, ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി
വൽ മലായികതി വന്നാസി അജ്മഈൻ. അക്കൂട്ടർ അതെ അവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും എല്ലാം തന്നെ ശാപം അവരുടെ മേൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഉലൈക അക്കൂട്ടർ ജസാഉഹും അവരുടെ പ്രതിഫലം ജസാഅഹും. ഓക്കെ, ജസാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിഫലമാണ്. ഹും അവരുടെ. ഞാൻ എടുത്തു പറയാൻ കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമർ ട്രിക്സ് ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ചിലർക്ക് പുതിയ ആളുകൾക്ക് ചിലപ്പം അതെന്താ അങ്ങനെയെന്നൊക്കെ തോന്നിയേക്കാം. നമ്മുടെ ഗ്രാമർ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള അല്ലെങ്കിൽ എന്താ ഗ്രാമറിന്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട കുറച്ച് ക്ലാസ്സുകൾ, ഒരു 10-12 ക്ലാസ്സുകൾ എടുത്തു വെച്ചതുണ്ട്. ജുസു 1ന്റെ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം വേണമെങ്കിൽ അതിലൂടെ ഒന്ന് ഓടിച്ചു വിട്ട് നോക്കിയാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമർ ക്വസ്റ്റ്യൻസേ നമ്മൾ ചോദിക്കാറുള്ളൂ. ഓക്കെ, അന്ന അലൈഹിം അവരുടെ മേൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ലഅനത്തുല്ലാഹി അള്ളാഹുവിന്റെ ശാപം. ലഅൻ ലാം ഐൻ നൂൻ. വൽ മലായിക മലക്കുകളുടെയും വന്നാസി മനുഷ്യരുടെയും അജ്മഈൻ എല്ലാം. ഓക്കെ, ജമാ എന്നുള്ള വാക്കിൽ നിന്നാണ്. 88ാമത്തെ ആയത്ത് ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻവറൂൻ. അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് ശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഒഴിവ് അഥവാ പരിഗണന നൽകപ്പെടുകയും ഇല്ല. വാക്കർത്ഥം ഖാലിദീന ഫീഹ അതിൽ നിത്യവാസികളായി കൊണ്ട്, ലാ യുഖഫഫു ലഘുവാക്കപ്പെടുകയില്ല, യുഖഫഫ് ഖ ഫ ഫ. ഓക്കെ, അൻഹും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അൽ അദാബു ശിക്ഷ, വലാഹും അവർ ഇല്ലതാനും, യുൻവറൂൻ ഒഴിവ് കൊടുക്കപ്പെടുക അല്ലെങ്കിൽ താമസം അല്ലെങ്കിൽ പരിഗണന കൊടുക്കപ്പെടുക. നൂൻ വോദ് വോ റോ. ഇനി 89ാമത്തെ ആയത്ത് ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതിനുശേഷം പശ്ചാത്തപിക്കുകയും അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്ത് നന്നായി തീരുകയും ചെയ്തവരൊഴികെ അവർക്ക് രക്ഷയുണ്ടായിരിക്കും. എന്നാൽ അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇല്ലല്ലദീന യാതൊരു കൂട്ടരൊഴികെ, താബു അവർ മടങ്ങി, അവർ തൗബ ചെയ്തു മടങ്ങി. തൗബയുടെ സെയിം കൂട്ടർ. മിൻ ബഅദി ദാലിക അതിനുശേഷം, വഅസ്ലഹു അവർ നന്നാക്കി തീർക്കുകയും ചെയ്തു. സുൽഹ് സ്വാദ് ലാം ഹ. ഓക്കെ, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു ഗഫൂറുൻ വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയാണ്. 90ാമത്തെ ആയത്ത് ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. നിശ്ചയമായും തങ്ങളുടെ വിശ്വാസത്തിന് ശേഷം അവിശ്വസിക്കുകയും പിന്നീട് അവിശ്വാസം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തവർ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല. അക്കൂട്ടർ തന്നെയാണ് വഴിപിഴച്ചവരും. ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ, ബഅദ ഈമാനിഹിം അവരുടെ വിശ്വാസത്തിന് ശേഷം, സുമ്മസ്ദാദു പിന്നീട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. സിയാദ സായ് യാ ദാൽ. ഓക്കെ, ഇസ്ദാദു. കുഫ്രൻ അവിശ്വാസം, ലൻ തുഖ്ബല സ്വീകരിക്കപ്പെടുകയില്ല തന്നെ, തൗബതുഹും അവരുടെ പശ്ചാത്താപം അവരുടെ തൗബ, വഉലൈക അക്കൂട്ടർ തന്നെയാണ് അദ്ദാല്ലൂൻ വഴിപിഴച്ചവർ. ഓക്കെ, ദോദ് ലാം ലാം. 91ാമത്തെ ആയത്ത് ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബൽ മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി ഉലൈക ലഹും അദാബുൻ അലീമുൻ വമാ ലഹും മിൻ നാസിരീൻ. നിശ്ചയമായും അവിശ്വസിക്കുകയും തങ്ങൾ അവിശ്വാസികളായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തവർ അവരിൽ ഒരാളിൽ നിന്നും ഭൂമി നിറയെ സ്വർണം സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. അവനത് തെണ്ണം അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്താലും ശരി, അക്കൂട്ടർ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും, അവർക്ക് സഹായികളായി ആരും ഇല്ലതാനും. ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ, വമാതു അവർ മരണപ്പെടുകയും ചെയ്തു, വഹും കുഫാറുൻ അവർ അവിശ്വാസികളായിക്കൊണ്ട്, ഫലൻ യുഖ്ബല സ്വീകരിക്കപ്പെടുകയില്ല തന്നെ, മിൻ അഹദിഹിം അവരൊരാളിൽ നിന്നും, മിൽ ഉൽ അർദി ഭൂമി നിറച്ച്, ദഹബൻ സ്വർണം, വലവിഫ്തദ അവർ തെണ്ണം അല്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകിയാലും, ഫിദിയയുടെ റൂട്ടാണ് ഫ ദാൽ യ, ബിഹി അതിനെ അതുകൊണ്ട്, ഉലൈക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്,
അദാബുൻ ശിക്ഷ, അലീമുൻ വേദനയേറിയ, വമാലഹും അവർക്കില്ലതാനും, മിൻ നാസിരീൻ സഹായികളായിട്ട് ആരും. ലാസ്റ്റായ 92-ാമത്തെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂന വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല തന്നെ. നിങ്ങൾ ഏതൊരു വസ്തുവും തന്നെ ചെലവഴിക്കുന്നതായാലും നിശ്ചയമായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാണ്. വാക്കർത്ഥം ലൻ തനാലു നിങ്ങൾ പ്രാപിക്കുകയില്ല തന്നെ, നൂൻ യ ലാം, അൽ ബിർറ പുണ്യം, ബ റ റ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഹത്താ തുൻഫിഖു നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. ഓക്കെ, നഫഖ നൂൻ ഫ ഖാഫ്. മിമ്മ തുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്, ഹുബ് ഹ ബ ബ. ഓക്കെ, വമാ തുൻഫിഖു നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, സെയിം റൂട്ടാണ്, നൂൻ ഫ ഖാഫ്. മിൻ ഷൈഇൻ വല്ല വസ്തുവേയും, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു, ബിഹി അതിനെപ്പറ്റി അലീമൻ അറിയുന്നവനാണ്. അൽഹംദുലില്ലാ. അപ്പൊ അത്രയാണ് വാക്കർത്ഥം. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ആയത്തുകളൊന്ന് കേട്ട് നോക്കിയാൽ ചിന്തിക്കാൻ മാത്രമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് തഫ്സീർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തുടങ്ങാം. ഓക്കെ, ഈ ഓരോ ആയത്തുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.